എറണാകുളം ജില്ലയിൽ വീണ്ടും കനത്ത മഴ. നഗര ഗ്രാമമേഖലകളിലെല്ലാം മഴ ശക്തി പ്രാപിക്കുകയാണ്. കളമശ്ശേരിയിലും ഇടപ്പള്ളിയിലും റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, ഏതാണ്ട് ഇന്ന് രാവിലെ 10-11 മണിയോടുകൂടി മഴ ഏതാണ്ട് കുറഞ്ഞത് മാറി നിന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ വീണ്ടും ആരംഭിച്ച മഴ കൂടുതൽ ശക്തിയിലാണോ പെയ്യുന്നത്? ഈ വെള്ളക്കെട്ട് ഏതെങ്കിലും സ്ഥലത്ത് പ്രശ്നമുണ്ടാക്കുന്നുണ്ടോ ഗതാഗതത്തിനടക്കം? ഗൂഗിൾ പറഞ്ഞതുപോലെ രാവിലെ ഒരു 11 മണിയോടുകൂടി കൊച്ചിയിലും ഒപ്പം എറണാകുളം ജില്ലയിലും ആകെ മഴ ശമിച്ചിരുന്നു. പക്ഷേ അത് രാത്രിയോടുകൂടി വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. ഒരു അരമുക്കാൽ മണിക്കൂറായി മഴ വീണ്ടും തുടങ്ങിയിട്ട്. അത് അതിശക്തമായ മഴയാണ്. അത് നേരിയ കുറവ് പോലുമില്ലാതെ അങ്ങനെ തുടരുകയാണ്. ആ അരമണിക്കൂറോളം പെയ്ത മഴയിലാണ് എടപ്പള്ളി, കളമശ്ശേരി, വൈറ്റിലടക്കമുള്ള പ്രധാന നഗരങ്ങൾ വെള്ളത്തിനടിയിലായത്. അല്പസമയം മുമ്പ്, ഏകദേശം ഒരു 10 മിനിറ്റ് മുമ്പാണ് നമ്മൾ മഴയുമായി ബന്ധപ്പെട്ട ആദ്യ ലൈവ് നൽകുന്നത്. അപ്പോൾ ഞാൻ നിൽക്കുന്ന എടപ്പള്ളി ടൗണിൽ എന്റെ കാൽപാദം വരെയായിരുന്നു വെള്ളം ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ അതിന് മുകളിലേക്ക് കാൽപാദവും പൊങ്ങി അതിന് മുകളിലേക്ക് വെള്ളം എത്തുന്ന ഒരു സാഹചര്യം നടു റോഡിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എത്രത്തോളം ശക്തിയായ മഴയാണ് കൊച്ചിയിൽ പെയ്യുന്നത് എന്നുള്ളതിനെ നമുക്ക് കാണിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ തന്നെ ഇവിടെ വീണ്ടും ഓരോ മിനിറ്റിലും വെള്ളം ഉയരുന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും വലിയൊരു പ്രതിസന്ധിയിലേക്ക് കൊച്ചി നഗരം ഈ രാത്രി കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കളമശ്ശേരിയിലൊക്കെ വലിയ വെള്ളക്കെട്ടാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പം പെരുമ്പാവൂരടക്കമുള്ള കോതമംഗലം, മൂവാറ്റുപുഴ അടക്കമുള്ള പ്രധാന നഗരങ്ങളിലും ഈ ജില്ലയുടെ മലയോര മേഖലകളിലേക്കും മഴ വലിയ തോതിൽ ഉണ്ടാകുന്നുണ്ട്. ഒപ്പം ഫോർട്ട് കൊച്ചിയിലും അല്പസമയം മുമ്പ് അതിശക്തമായ മഴ ആരംഭിച്ചിട്ടുണ്ട്. പുളിഞ്ചോടക്കമുള്ള ആലുവ പ്രദേശങ്ങളിൽ രാവിലെ വലിയ വെള്ളക്കെട്ടുണ്ടായിരുന്നു. അതേ രീതിയിലേക്ക് വീണ്ടും സാഹചര്യം പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വെള്ളക്കെട്ട് അത് ഓരോ മിനിറ്റിലും ഉയരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് രാത്രി യാത്ര വലിയ ദുഷ്കരമായൊരു സാഹചര്യത്തിലേക്ക് കൊച്ചി നഗരത്തിൽ മാറുകയാണ്. ഇപ്പോഴാണെങ്കിൽ പോലും വലിയ ഗതാഗത കുരുക്ക് എടപ്പള്ളി നഗരത്തിലുണ്ട്. അത് ഈ വെള്ളക്കെട്ട് കാരണം വാഹനങ്ങൾക്ക് ഇവിടെ നിന്ന് വേഗതയിൽ പോകാനാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇരുചക്ര വാഹനങ്ങളൊക്കെ വലിയ കഷ്ടപ്പെട്ടാണ് ഈ വെള്ളക്കെട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം ഈ ഭാഗത്ത് റോഡ് പണി നടക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് എവിടെയാണ് കുണ്ടും കുഴിയും ഉള്ളത് എന്നുള്ള കാര്യം കൂടി യാത്രക്കാർക്ക് അറിയാൻ കഴിയാത്തൊരു സാഹചര്യം. എന്തായാലും രാത്രി ഒരു പ്രതിസന്ധി തന്നെ കൊച്ചി നഗരത്തിൽ രൂപപ്പെട്ടിരിക്കുകയാണ് ഈ ശക്തമായ മഴയിൽ. ഗൂഗിൾ അശ്വിൻ, ഈ വെള്ളിയാഴ്ച വൈകുന്നേരമാണ്. ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്നൊരു ദിവസം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ പ്രധാനപ്പെട്ട ദേശീയപാതയിലും ബൈപ്പാസിലുമൊക്കെ ഏതൊക്കെ ഇടങ്ങളിലാണ് ഇപ്പോൾ ഈ കളമശ്ശേരി, ഇടപ്പള്ളി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇടങ്ങളിലൊക്കെ വെള്ളക്കെട്ട് പ്രശ്നമുണ്ടാക്കുന്നുണ്ടോ? യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ അത്തരത്തിൽ എവിടെയെങ്കിലും വെള്ളക്കെട്ടിന്റെ വിവരങ്ങളുണ്ടോ? തീർച്ചയായും കളമശ്ശേരിയിൽ യാത്ര അല്പം ദുഷ്കരമാണ്. കളമശ്ശേരിയിൽ നിന്നും HMD വഴി കയറുന്ന റോഡിൽ സിഗ്നൽ ജംഗ്ഷനിൽ വലിയ വെള്ളക്കെട്ടുണ്ട്. അവിടെ ഇരുചക്ര വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടപ്പള്ളിയിൽ നിന്നും ചേരാനെല്ലൂരിലേക്ക് പോകുന്ന വഴിയിലാണ്. ലുലു മാളിന്റെ സൈഡ് വശത്താണ്. ഇവിടെയാണ് നമ്മൾ ഈ കാണുന്ന രീതിയിൽ വെള്ളക്കെട്ടുള്ളത്. ഇത് സിഗ്നൽ, ഇതിനപ്പുറത്ത് എടപ്പള്ളിയിലെ മെയിൻ സിഗ്നൽ കൂടിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും വാഹനങ്ങൾ വേഗത കുറച്ചാണ് പോകുന്നത് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഇവിടെ ഈ ഒരു വശം, റോഡിന്റെ ഒരു വശം പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. അതുകൊണ്ട് തന്നെ ഇരുചക്ര വാഹനങ്ങളാണ് വലിയ തോതിൽ സൂക്ഷിക്കേണ്ടത്. കാരണം ഈ പലയിടങ്ങളിലും ഈ സമീപ ഇടങ്ങളിൽ പണി നടക്കുന്നതുമായി ബന്ധപ്പെട്ട് റോഡിന്റെ വശങ്ങളിൽ ചില നിർമ്മാണ ജോലികൾ നടക്കുന്നുണ്ട്. അവിടെ നിന്ന് റോഡിൽ ചില കുണ്ടും കുഴിയുമൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഇരുചക്ര വാഹനക്കാർ അതീവ ശ്രദ്ധ പുലർത്തണം ഈ വഴി യാത്ര ചെയ്യുമ്പോൾ എന്നുള്ളതാണ്. സാധാരണ നിലയിലുള്ള റോഡല്ല, അവിടെ ചില പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇരുചക്ര വാഹന യാത്രക്കാരെ സംബന്ധിച്ച് കുണ്ടും കുഴിയുമുള്ള റോഡാണ്. വെള്ളത്തിൽ അത് അറിയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. നിലവിൽ എന്തായാലും കാറുകൾ ഒരു ടയറിന് മുകളിലേക്ക് വെള്ളം പോകുന്ന ഒരു സാഹചര്യം ആയിട്ടില്ല. പക്ഷേ മഴ ഇതേപോലെ ഒരു 10 മിനിറ്റ് കൂടി തുടർന്നാൽ വെള്ളം ഇതിലും ഉയരും എന്നുള്ളതാണ് പറയാനുള്ളത്. എന്തായാലും പ്രധാനപ്പെട്ട വെള്ളപ്പൊക്കം ആലുവ, കളമശ്ശേരി, ഇടപ്പള്ളി, വൈറ്റില മേഖലകളിലാണ്. ശരി, അശ്വിൻ പാലാഴിയാണ് ഇടപ്പള്ളിയിൽ നിന്ന് തത്സമയം ദൃശ്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവച്ചത്. അവിടെ ചെറിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് പലരും കമന്റ് ചെയ്യുന്നുണ്ട്. ചാലക്കുടിയിലും അന്നമനടയിലും ഒപ്പം കാലടിയിലും അങ്കമാലിയിലും ഒക്കെ മഴ പെയ്യുന്നു. കണ്ണൂരിൽ മഴ പെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ചിലയിടങ്ങളിൽ ആലപ്പുഴയിലും ശക്തമായ മഴ പെയ്യുന്നുണ്ട്. മറ്റിടങ്ങളിൽ മഴയില്ലാത്ത ജില്ലകളിൽ നിന്നുള്ള പ്രേക്ഷകരും കമന്റ് ചെയ്യുന്നുണ്ട്. ഏതായാലും യാത്രയിൽ ശ്രദ്ധിക്കുക. രാത്രിയിലെ കാൽനട യാത്രയിലടക്കം ഇരുചക്ര വാഹനങ്ങൾ സഞ്ചരിക്കുന്നവരടക്കം കൊച്ചി നഗരത്തിൽ വലിയ വെള്ളക്കെട്ടുണ്ട്. അവിടങ്ങളിൽ ശ്രദ്ധിക്കണമെന്നതാണ് ഒരു മുന്നറിയിപ്പായി പറയാനുള്ളത്.